ഒരു ഗൾഫ് യാത്രയിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവം ഉണ്ടായി. അന്ന് അബുദാബിയിൽ മുറൂർ റോട്ടിൽ എൻ്റെ സഹപാഠി കൂടിയായിരുന്ന രാമകൃഷ്ണൻ എന്നൊരാളുടെ വീട്ടിലാണ് താമസിച്ചത്. രാമകൃഷ്ണൻ നാട്ടിലാണ്. താക്കോല് സുഹൃത്തായ ഷെരീഫിനെ ഏൽപ്പിച്ചതാണ്. ഞാനും ഷെരീഫും കൂടി രാത്രി എയർപോർട്ടിൽ നിന്ന് വന്ന് അവിടെ കിടന്നുറങ്ങി. ഒരു ഷർട്ടൊക്കെ ഊരി വെച്ച് ഒരു ഒറ്റമുണ്ടായിട്ട് കിടന്നുറങ്ങുകയാണ്. രാവിലെ എഴുന്നേറ്റ് ഷെരീഫ് യാത്ര പറഞ്ഞു. പോരുമ്പോൾ എന്നോട് പറഞ്ഞു, ലീലാഷേട്ടാ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഈ താക്കോലെടുക്കാതെ പുറത്തേക്ക് ഇറങ്ങി ഇത് പൂട്ടിപ്പോയാൽ പിന്നെ ഒരിക്കലും തുറക്കാൻ പറ്റില്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ ഞാൻ ഷെരീഫിൻ്റെ കൂടെ പുറത്ത് കടന്നു. ആ സമയത്ത് വാതിലടഞ്ഞു. അതോടുകൂടി ഷെരീഫ് പറഞ്ഞു, അയ്യോ പടച്ച റബ്ബേ, ഇനി ഇതൊരിക്കലും തുറക്കാൻ പറ്റില്ലല്ലോ, കുടുങ്ങിയല്ലോ. അപ്പോഴെൻ്റെ ഉള്ളിലൊരു വെള്ളിടി മുഴങ്ങിയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനൊരു ഷർട്ട് പോലും ഇടാതെ ഒരൊറ്റ മുണ്ടായിട്ടിരിക്കുകയാണ്. എൻ്റെ പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ പുറത്താണ്. ഇനി ഒരിക്കലും ഈ ഡോറ് തുറക്കാൻ പറ്റില്ല എന്നാണ് ഷെരീഫ് പറയുന്നത്. അയ്യോ നിങ്ങളിവിടെ ഇങ്ങനെ നിന്നാലും കുഴപ്പമാണ്, നിങ്ങളെ പോലീസ് പിടിക്കുമെന്ന് പറഞ്ഞാൽ എന്നെ അങ്ങനെ പിടിച്ചുകൊണ്ട് പോയി അയാൾ താമസിക്കുന്നൊരു മുറിയിൽ ആക്കി പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോയി. ഞാൻ അന്ന് അനുഭവിച്ചൊരു മനക്ലേശം വളരെ വലുതാണ്. ഞാൻ 2 ദിവസത്തെ ലീവിൽ വന്നതാണ്. അന്നാണെങ്കിൽ ബാങ്കിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ടാണ് പോണത്. തിരിച്ചു വന്നില്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടോളാൻ കൂടി എഴുതി കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. പാസ്പോർട്ടൊക്കെ അകത്തിരിക്കുകയാണ്, ഒരിക്കലും തുറക്കാൻ പറ്റാത്ത ഡോറാണെന്നാണ് പറയുന്നത്. ഏതായിരുന്നാലും ഷെരീഫ് അപ്പോൾ തന്നെ രാമകൃഷ്ണനെ വിളിച്ചു. രാമകൃഷ്ണൻ അവിടെ നിന്ന് തന്നെ ഏതോ ഒരു കാർപ്പൻ്ററെ ഏർപ്പാടാക്കി ആ റൂം കുത്തി തുറന്നു. പാസ്പോർട്ടും ഡ്രസ്സൊക്കെ തിരിച്ചു കിട്ടി. അങ്ങനെ തിരിച്ചു പോന്നു. ഇപ്പോഴും ആലോചിക്കുമ്പോൾ ആ വാതിലടഞ്ഞ രംഗം മനസ്സിൽ നിന്ന് പോകില്ല. ONV കുറുപ്പ് സാറുമായും ദീർഘകാലത്തെ ബന്ധമുണ്ടായിരുന്നു. അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് പലയിടത്തും പോയി. തുഞ്ചൻ പറമ്പിൽ വരുമ്പോൾ, തൃശ്ശൂരിൽ വരുമ്പോഴൊക്കെ ഒരു പുത്രനെ പോലെ ശിഷ്യനെ പോലെ കൈപിടിച്ച് നടന്നു. തലശ്ശേരിയിൽ AK കൃഷ്ണൻ മാഷയുടെ പേരിലുള്ള പുരസ്കാരം വാങ്ങാൻ ഞാനും മധുസൂദനൻ നായരും കൂടിയാണ് നടക്കാൻ പറ്റാത്തതുകൊണ്ട്, പടികൾ കയറാൻ പറ്റാത്തതുകൊണ്ട് എടുത്ത് കയറ്റുന്നത് പോലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതൊക്കെ. അവസാനം അദ്ദേഹത്തിന് തീരെ സുഖമില്ലാതിരുന്ന കാലത്താണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊരു ലേഖനം കലാകൗമുദിയിൽ എഴുതിയത്. തീരെ വയ്യാതിരിക്കുകയാണ്. അന്ന് അമ്മ, ONVയുടെ ഭാര്യ സരോജിനി എടുത്തി, അവർ തിരുനാവായക്കാരിയാണ്, മലപ്പുറത്തുകാരിയാണ്, എന്നെ അറിയാം. വിളിച്ചിട്ട് പറഞ്ഞു, സാറിന് ഫോൺ ചെയ്യാനൊന്നും വയ്യ, ലീലാകൃഷ്ണനെ കാണണമെന്ന് പറയുന്നുണ്ട്. ഞാനും എൻ്റെ ഭാര്യ ബീനയും കൂടി തിരുവനന്തപുരത്ത് പോയി അദ്ദേഹത്തെ കണ്ടു. തീരെ ക്ഷീണിതനാണ്. ഇതിലെൻ്റെ 2 കൈയും പിടിച്ചിട്ട് പറഞ്ഞു, വയസ്സുകാലത്ത് ഞാൻ ജീവിത പരാജയത്തിൻ്റെ കവിയാണെന്ന് പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനുള്ള ചുട്ട മറുപടിയാണ് ലീലാകൃഷ്ണൻ്റെ ലേഖനം. നോക്കൂ, ഞാൻ ഇപ്പോഴും കവിത എഴുതുന്നുണ്ട്. അന്ന് എഴുതിയ കവിത എന്നെ കാണിച്ചു. അത് അദ്ദേഹം അവസാനം എഴുതിയ കവിതയായിരുന്നു. അദ്ദേഹം അവസാനം എഴുതിയ കവിത കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അന്ന് പറഞ്ഞൊരു വാചകവും ഞാൻ മറക്കില്ല. ലീലാകൃഷ്ണൻ ആരായിട്ട് ഏറ്റുമുട്ടാൻ പോകണ്ട, നല്ലത് കൊടുത്താൽ മതി, നാളെ ആളുകൾ സ്വീകരിച്ചോളും. അവസാനം എനിക്ക് ONV സാർ തന്ന ഉപദേശം അതാണ്, നല്ലത് കൊടുത്താൽ മതി, ഏറ്റുമുട്ടാനൊന്നും പോകണ്ട. അവസാനം എഴുതിയ കവിതയും കാണാൻ ഭാഗ്യമുണ്ടായി. അതുപോലെ സുഗതകുമാരി ടീച്ചറാണ് എൻ്റെ ആദ്യത്തെ കവിത പ്രസിദ്ധീകരിച്ചത്. അവരുടെ കൂടെ പല സ്ഥലത്തും, മദ്രാശിയിൽ പരിപാടിയിലുണ്ടായി. ദുബായിൽ ദലയുടെ ഒരു ക്യാമ്പിൽ ഞാൻ ഡയറക്ടറായിട്ട് പങ്കെടുത്തു. MTA ആദരിക്കുന്നൊരു ക്യാമ്പായിരുന്നു. 2007 അന്ന് സുഗതകുമാരി ടീച്ചറും ബാലചന്ദ്രൻ ചുള്ളിക്കാടും വിജയലക്ഷ്മിയും D വിനയേന്ദ്രനും മറ്റൊരു പരിപാടിക്ക് ദുബായിൽ വന്നിട്ടുണ്ട്. ഒരു പരിപാടിക്ക് വന്നവർ അവിടെ മറ്റൊരു പരിപാടിക്ക് പോവില്ല. ദലക്കാർക്കൊരാഗ്രഹം, ആലങ്കോട് പോയി ക്ഷണിച്ചാൽ വരില്ലേ? അവിടുത്തെ ഒരു സ്വഭാവം അങ്ങനെയാണ്. ഒരു സ്പോൺസർ കൊണ്ടുവന്ന ഒരാളെ മറ്റൊരു പരിപാടിക്ക് വിടില്ല. പക്ഷേ എങ്കിലും ഞാൻ ചെന്നു. എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. കേട്ടപ്പോൾ സുഗതകുമാരി ടീച്ചർ പറഞ്ഞു, ലീലാകൃഷ്ണൻ നടത്തുന്നൊരു ക്യാമ്പല്ലേ, നമുക്ക് പോണ്ടേ ബാലേന്ദ്രനോടാണ് ചോദിക്കുന്നത്. അങ്ങനെ ആ സ്പോൺസറോട് ടീച്ചർ അനുവാദം വാങ്ങിയിട്ടാണ് 4 പേരും കൂടി ദല ക്യാമ്പിൽ വന്നത്. അങ്ങനെ അവിസ്മരണീയമായ സ്നേഹസൗഹൃദത്തിൻ്റെ എത്രയോ ഓർമ്മകൾ. വിഷ്ണുനാരായണൻ നമ്പൂതിരി മാഷെക്കുറിച്ചും മാതൃഭൂമി സൺഡേ സപ്ലിമെൻറ്റിൽ ഒരു ദീർഘലേഖനം എഴുതാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അതിൻ്റെ ഇൻ്റർവ്യൂവിനായി പോയപ്പോൾ മാഷൊരു അനുഭവം പറഞ്ഞു. വൈലോപ്പിള്ളി ഒരു കവിസമ്മേളനത്തിൽ വെച്ച് യുഗളപ്രസാദൻ എന്ന വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കവിത അദ്ദേഹം ആലപിച്ചുകൊണ്ടിരിക്കെ ഒരു ചിത്രം വരച്ചു വൈലോപ്പിള്ളി മാഷ്.
ജീവിതത്തിൽ വൈലോപ്പിള്ളി മാഷ് വരച്ച ഒരേ ഒരു ചിത്രമാണ്. അത് യുഗളപ്രസാദൻ എന്ന കവിത കേട്ട് വരച്ചതാണ്. അതെനിക്ക് അദ്ദേഹം തന്നു. ഞാൻ ലീലാകൃഷ്ണന് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മേശയൊക്കെ നോക്കിയപ്പോൾ അത് കാണാനില്ല. അദ്ദേഹം ആകെ പരിഭ്രാന്തനായി. അയ്യോ, ഗുരു തന്നതാണ്, ഇതെവിടെ പോയി? ഞാനും അദ്ദേഹവും കൂടി ആ വീട്ടിലുള്ള സകലമാന സാധനങ്ങളും വലിച്ചിട്ട് ഒരു 3.5-4 മണിക്കൂർ തിരഞ്ഞു. മാഷ് വിയർത്തു കുളിച്ചു പരവശനായി. വൈലോപ്പിള്ളി മാഷ് വരച്ചു തന്ന ചിത്രം നഷ്ടപ്പെട്ടില്ലേ, ഞാനിനി ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം? അപ്പോഴാണ് ഒരു കവിക്ക് മറ്റൊരു ഗുരുകവിയോടുള്ള ആദരം എനിക്ക് മനസ്സിലായത്. നിരാശയോടുകൂടി ഞാൻ തിരിച്ചു പോന്നു. പിറ്റേന്ന് രാത്രി 12:30 മണിക്ക് ഒരു ഫോൺ കോൾ. ആ സമയത്ത് ഫോൺ വരുമ്പോൾ എന്തോ ആപത്താണെന്നാണല്ലോ വിചാരിക്കുക. പേടിച്ച് ഞാൻ ഞെട്ടി എഴുന്നേറ്റ് ഫോൺ എടുത്തപ്പോൾ വിഷ്ണു മാഷാണ്. ലീലാകൃഷ്ണ, അത് കിട്ടി, മാഷ് വരച്ച ചിത്രം കിട്ടി. ഒരു കുട്ടിയുടെ പോലെ ആണ് മാഷ് പറയുന്നത്. വല്ലാത്തൊരു അത്ഭുതം. വൈഷ്ണവം എന്ന കവിതാ സമാഹാരത്തിൽ അദ്ദേഹം വൈലോപ്പിള്ളി മാഷെക്കുറിച്ച് എഴുതിയ കവിതയുടെ അടിക്കുറിപ്പായിട്ട് എന്നെയും പരാമർശിച്ചിട്ടുണ്ട്. ആ നഷ്ടചിത്രം തിരിച്ചറിഞ്ഞതിൻ്റെ ഓർമ്മയാണ്. ഇങ്ങനെ നിഷ്കളങ്കരായിരുന്ന ഗുരുകവികളെ പലരെയും ഓർക്കുന്നു. അവരുടെ കൂടെയൊക്കെ നടക്കാൻ കഴിഞ്ഞ ജീവിതത്തിൻ്റെ ഭാഗ്യമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃതം, ഏറ്റവും വലിയ ഗുരുത്വം. മലബാറിൽ സമാന്തരമായ ഒരു ഹിന്ദുസ്ഥാനി ജനകീയ സംഗീത സംസ്കാരമുണ്ടാക്കിയ പണ്ഡിറ്റുകളെക്കുറിച്ചും ഉസ്താദുമാരെക്കുറിച്ചും ഞാൻ പറയുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു പ്രധാനപ്പെട്ട അന്വേഷണം ആ വഴിയിലായിരുന്നു. സംഗീത സാന്ദ്രമായ ജന്മങ്ങൾ എന്ന പേരിൽ കലാകൗമുദിയിൽ ഒരു പരമ്പര എഴുതി. അതിനുവേണ്ടി പണ്ഡിറ്റ് ശരശ്ചന്ദ്ര മറാഠയെ ഇൻ്റർവ്യൂ ചെയ്യാൻ കോഴിക്കോട് ചിന്തവളപ്പ് കോളനിയിൽ പോയിരുന്നു. അവിടെ വെച്ചാണ് ഒരുപാട് പഴയ ഉസ്താദുമാരെ കണ്ടത്. പലരെക്കുറിച്ചും എഴുതി. അന്ന് മടങ്ങി വരുമ്പോൾ ഞാൻ ബേപ്പൂരിലെ വൈലാലിൽ വൈക്കം മുഹമ്മദ് ബഷീറിനെ കാണാൻ പോയി. വല്ലാത്ത അനുഭവമായിരുന്നു. മെങ്കോസ്റ്റൻ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് അദ്ദേഹം സംഗീതത്തെക്കുറിച്ച് സംസാരിച്ചത് ഒരർത്ഥത്തിൽ നിർവചിക്കാൻ പറ്റാത്ത ഭാഷയിലാണ്. ഹിന്ദുസ്ഥാനി സംഗീതം കേട്ടിട്ടുണ്ടോ, ഗസലുകൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഗസലുകൾ കേട്ടിട്ടുണ്ട്, ബീഗം അക്തറിൻ്റെയും തൊട്ട് ഗുലാം അലിയുടെയും ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഗസൽ എന്താണെന്ന് അറിയാമോ? ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. കാട്ടറബികൾ മരുഭൂമികളിൽ സഞ്ചരിക്കുമ്പോൾ മെരുങ്ങാൻ കൂട്ടാക്കാത്ത പെണ്ണൊട്ടകങ്ങളെ മെരുക്കാൻ വേണ്ടി പാടുന്ന പ്രണയ കവിതകളാണ് ഗസലുകൾ. ഞാൻ ജീവിതത്തിൽ അങ്ങനൊരു നിർവചനം അതിനു മുമ്പും കേട്ടിട്ടില്ല, പിന്നീടും കേട്ടിട്ടില്ല. കാട്ടറബികൾ മരുഭൂമിയിൽ മെരുങ്ങാൻ കൂട്ടാക്കാത്ത ഒട്ടകങ്ങളെ കൊണ്ട് സഞ്ചരിക്കുമ്പോൾ അവരെ മെരുക്കാൻ വേണ്ടി പാടുന്ന പ്രണയ കവിതകളാണ്. ഈ കാട്ട് അറബികളുടെ സംസ്കൃതിയിൽ പ്രണയം, ഒട്ടകങ്ങളെ, അതും മെരുങ്ങാൻ കൂട്ടാക്കാത്ത ഒട്ടകങ്ങളെ മെരുക്കാൻ വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുന്നു കവിത, സംഗീതം, അതുപോലെ എവിടെയും പ്രണയത്തെ കീഴ്പ്പെടുത്താൻ ഗസലിന് പറ്റും. എന്നാൽ അദ്ദേഹം പറഞ്ഞു, മരുഭൂമിയിലാണ് എപ്പോഴും അനന്തമായ സംഗീതമുള്ളത്. മരുഭൂമിയിലെ പ്രാർത്ഥനയാണ് അനന്തമായ പ്രാർത്ഥന. ഇങ്ങനെ ഒരു യോഗി വര്യൻ, സൂഫി വര്യൻ വെളിപാടുകൾ പോലെ സംസാരിക്കുന്നത് പോലെ പലതും സംസാരിച്ചു. അതൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അന്നത്തെ എൻ്റെ പ്രായസ്ഥിതിക്ക് മുഴുവൻ അത് പകർത്തി എഴുതാനും പറ്റിയില്ല. ജീവിതത്തിൽ ഞാൻ കണ്ട ഒരു മഹാഋഷിവര്യനും അതീതകാല സഞ്ചാരിയും സർവജ്ഞനുമായ സൂഫിവര്യനായിരുന്നു ബഷീർ. ഒരു ദിവസമേ സംസാരിച്ചിട്ടുള്ളൂവെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ മുഴക്കം ഇപ്പോഴും മനസ്സിലുണ്ട്. മലയാളത്തിൻ്റെ സമാനതകളും പിന്തുടർച്ചകളുമില്ലാത്ത ഒരു സന്യാസിയെപ്പോലെ, സൂഫിയെപ്പോലെ സാഹിത്യത്തിൻ്റെ അക്കരയിലേക്ക് നടന്നുപോയ കുഞ്ഞിരാമൻ നായരും ബഷീറും VK-നും ഒക്കെ ചേർന്നൊരു ലോകമുണ്ട്. നമുക്ക് പിടിതരാത്ത മനുഷ്യരുടെ ലോകമാണ്. ഇപ്പോഴും വായിച്ചാൽ നമുക്ക് പൂർണ്ണമായി പിടിതരാത്ത ആളുകളാണ് അവരൊക്കെ. തീർച്ചയായും അത്തരം അനുഭവങ്ങളാണ് സാഹിത്യത്തിൽ പാഠശാലയായിട്ട് എൻ്റെ മുന്നിലുണ്ടായത്. OV വിജയൻ്റെ തസ്രാക്കിലേക്ക് നടത്തിയ യാത്ര അതുപോലെ ഒന്നാണ്. തസ്രാക്കിൽ ഞാൻ പോകുമ്പോൾ അന്നത്തെ രാജാവിൻ്റെ പള്ളിയുണ്ട്. അന്നത്തെ ആ പഴയ അന്തരീക്ഷമൊക്കെ അതുപോലെ ഉണ്ടായിരുന്നു. അരക്കെട്ടോളം നീലഞരമ്പോടിയ ഖസാക്കിലെ സുന്ദരി മൈമൂന രാജാവിൻ്റെ പള്ളിയിൽ നിന്ന് അറബിക്കുളത്തിൽ നീരാടി ദിഗംബരയായി നടന്നു വന്ന വഴിയൊക്കെ കണ്ടത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. മുങ്ങാങ്കോഴി ചുക്ർ റാവുത്തർ
ജലത്തിൻ്റെ വെള്ളീസുപടുതകളിലേക്ക് ഇറങ്ങിപ്പോയത് പണ്ട് ഷെയ്ഖ് തമ്പുരാൻ്റെ കുതിരകളുമായി വന്ന മിയാൻ ഷെയ്ഖിൻ്റെ കഥ, ചെതലിമല ഒക്കെ ഇപ്പോഴും തസ്രാക്കിൽ ചെന്നാൽ നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും. സാഹിത്യത്തിൽ ഇങ്ങനെ ചില അത്ഭുതകരമായ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ ഞാൻ യാത്ര ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു തീർത്ഥാടനം പോലെ. MTയുടെ കൂടല്ലൂർ എൻ്റെ അടുത്താണ്, തസ്രാക്ക് കുറേ ദൂരെയാണ്. ബഷീറിൻ്റെ ബേപ്പൂരിലും തലയോലപ്പറമ്പിലും ഞാൻ പോയിട്ടുണ്ട്. ഇങ്ങനെ എഴുത്തുകാരുടെ ഭൂമികളിൽ തിരുവില്ലാമലയിൽ VK അന്വേഷിച്ച് പോയിട്ടുണ്ട്. മലമുകളിലെ ചന്ദനമരം പോലെ, കോമാളിയുഗത്തിലെ പുരുഷഗോപുരം പോലെ VK അവിടെ നിന്നിരുന്ന കാഴ്ച ഒരു അത്ഭുതമാണ്. ആ യാത്രയിലാണ് തിരുവില്ലാമല പോലുള്ള മഹത്തായ കലാകേന്ദ്രങ്ങൾ, കിള്ളിക്കുരിശുമംഗലം, തൃത്താല, ഭാരതപ്പുഴയുടെ തീരം പുഴവെള്ളം വാൽക്കണ്ണാടിയാക്കി കൈരളി ചുട്ടികുത്താൻ കിടക്കുന്ന കലാമണ്ഡലം കൂത്തമ്പലത്തിൻ്റെ കര, പുലരിമഞ്ഞിൻ്റെ തിരശ്ശീല നീങ്ങിയാൽ കൂത്തും കൂടിയാട്ടവും കഥകളിയും ചാക്യാർ കൂത്തും ഓട്ടൻതുള്ളലും സോപാന സംഗീതവും മോഹിനിയാട്ടവും കഥകളിയും നാടോടിപ്പാട്ടുകളും പൊറാട്ട് നാടകങ്ങളും മാപ്പിളപ്പാട്ടുകളും ഒക്കെ കൊണ്ട് നിറഞ്ഞ നിളയുടെ അവസാനിക്കാത്ത കലോത്സവം നിറഞ്ഞ കേദാരത്തിലൂടെ നടന്നതൊക്കെയാണ് ജീവിതത്തിൻ്റെ സമ്പത്ത്. ഇന്നും ചിലപ്പോൾ ഉറക്കത്തിൽ സ്വപ്നാടകനെ പോലെ പണ്ട് നടന്ന ആ വഴികളിലൂടെയൊക്കെ നടക്കും. MTയുടെ മഞ്ഞിലെ സർദാർജി പറയാറുള്ളത് പോലെ പണ്ട് പോയ സ്ഥലങ്ങളിലൊക്കെ വീണ്ടും വീണ്ടും പോയി നോക്കുകയാണ്. ഇനി പറ്റിയില്ലെങ്കിലോ? സത്യത്തിൽ ശേഷിച്ച ഒരായുഷ്കാലം പണ്ട് നടന്ന, ഒരുപക്ഷേ 14-15 വയസ്സ് മുതൽ ഞാനിങ്ങനെ വന്നും പോയും ദീർഘയാത്രകളില്ലെങ്കിലും പലയിടത്തും പോയി തിരിച്ചു വരുന്നൊരു യാത്രികനാണ്. സംസ്കൃതിയുടെ കേദാരങ്ങളിലൂടെ നടക്കുകയാണ്. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, തൃത്താലയിൽ ചെല്ലുമ്പോൾ, ഞാൻ ഇപ്പോഴത്തെ തൃത്താലയല്ല കാണുക, ചരിത്രാതീത കാലത്തെ തൃത്താലയെ അവിടെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് കാണുന്ന ഒരു രീതിശാസ്ത്രം പഠിച്ചു വെച്ചു. അങ്ങനെയാണ് നിളയുടെ തീരങ്ങളിലൂടെ എന്ന പുസ്തകം തന്നെ എഴുതുന്നത്. അതുപോലെ തന്നെയായിരുന്നു ആ എഴുത്ത് മുഴുവൻ. വള്ളുവനാടൻ പൂരക്കാഴ്ചകൾ, അന്ന് തൃത്താല കേശവ പൊതുവാളുടെ തായമ്പക കേട്ട അനുഭവം, ചന്ദ്രമതത്തിൻ്റെ പാലാഴിത്തിരയിൽ താളലഹരിയുടെ ചിത്തഭ്രമത്തിൽ മതിമറന്ന് കൊട്ടുന്ന രംഗം. അന്ന് ബലേവാര്യരെന്ന് പറയുന്നൊരു ആസ്വാദകനുണ്ടായിരുന്നു. ബലേവാര്യർ മുമ്പിലുണ്ടെങ്കിൽ കേശവ പൊതുവാൾക്ക് ആവേശം കയറും. കേശവ പൊതുവാളിൻ്റെ ചെണ്ടയിൽ താളമൊരു തളിരു പോലെ വിരിയും, കൊടുങ്കാറ്റ് പിടിച്ച വനം പോലെ പ്രകമ്പിതമാകും, കടലലകൾ പോലെ ആർത്തുല്ലസിക്കും. പിന്നീട് ഒരു വിനീത വിശ്രാന്തിയിലേക്ക് ഇറങ്ങി വന്ന് മന്ത്രസ്ഥായിയിൽ നമിച്ചവസാനിക്കും. ഇത് കണ്ടു നിന്ന കാഴ്ചകൾ വളരെ വലുതാണ്. നൃത്തം കെങ്കേമമാണ്, അഭിനയമതിശം, ഭാവമൊന്നാന്തരം, കണ്ണോർത്താൽ അത്യന്തരമ്യം, പല പല രസവും മാറി മാറി സ്ഫുരിക്കും, മെത്തും ശ്രീ ചേർന്ന മെയ്യുണ്ട്, അഴകിനു കുറവില്ല, ഏവമോർക്കുന്നതായാൽ തൃത്താല കേശവൻ താനൊരു കഥകളിയാണ്, എന്തിനീ ചെണ്ട തോളിൽ. ഒരു സഹൃദയരസികൻ പണ്ട് എഴുതി വെച്ചതാണ്. ഈ യാത്രയിൽ അങ്ങനെ ഞാൻ കാണാത്ത ആളുകളെ കണ്ടു. വെങ്കിച്ചൻ സ്വാമി പഞ്ചവാദ്യകലയെ പരിഷ്കരിച്ച ആളാണ്. മദ്ദളം, തൊപ്പി മദ്ദളം 2 വശത്ത് കൊട്ടാവുന്ന മദ്ദളാക്കിയ ആളാണ്. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. നിളയുടെ തീരങ്ങളിലൂടെ ഒരർത്ഥത്തിൽ സമാനതകളും പിന്തുടർച്ചകളും ഇല്ലാത്തൊരു യാത്രയാണ്. ആ പുസ്തകമാണ് എന്നെ ഞാനാക്കിയത്. എൻ്റെ ആദ്യത്തെ പുസ്തകമാണ് അത്. DC ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. ഇപ്പോഴും 7-8 പതിപ്പ് ഒരു സംസ്കാര പഠന ഗ്രന്ഥം എന്ന നിലയിൽ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അന്നൊന്നും അത് അംഗീകരിക്കപ്പെട്ടില്ല. കാരണം അന്ന് കേരളത്തിൽ അത്തരം മാതൃകകൾ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ പ്രാദേശിക ചരിത്ര പഠനത്തിന്, പ്രാദേശിക കലാപഠനത്തിന്, പ്രാദേശിക സംസ്കാര പഠനത്തിനൊരു മുൻവഴിയായിട്ട് നടക്കാൻ സാധിച്ചു. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. അന്ന് കണ്ട നാട്ടുവൃദ്ധന്മാർ, തിരുനാവായയിൽ വെച്ച് അന്ന് 99 വയസ്സായ കോഴിക്കോട്ടെ KCV രാജ എന്ന തമ്പുരാനോട് സംസാരിച്ചത് ഓർമ്മയുണ്ട്. അദ്ദേഹത്തിന് അന്ന് തെളിഞ്ഞ ഓർമ്മയുണ്ടായിരുന്നു. അദ്ദേഹം അക്കാലത്ത് ശേഖരിച്ചു വെച്ച കുറേ അറിവുകൾ എനിക്ക് പകർന്നു തന്നു. ഒരുപക്ഷെ 1000 പുസ്തകങ്ങളിൽ നിന്ന് കിട്ടാത്ത അറിവാണ് അന്ന് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയത്. PT ഭാസ്കര പണിക്കർ ആ കാലത്തുണ്ടായിരുന്നു, ഇന്ത്യയിലൂർ ഗോപി മാഷുണ്ടായിരുന്നു. അതുകൂടി ഓർമ്മിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ നടത്തിയ ഒരു തോറ്റ യുദ്ധം ഈ പുഴയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഭാരതപ്പുഴ സംരക്ഷണ സമിതി എന്നൊരു
സമിതി ഉണ്ടാക്കി ഞങ്ങൾ ദീർഘകാലം പ്രവർത്തിച്ചു. ഇന്ത്യന്നൂർ ഗോപിമാഷായിരുന്നു അതിൻ്റെ സെക്രട്ടറി, EP ഗോപാലനായിരുന്നു പ്രസിഡന്റ്, PT ഭാസ്കര പണിക്കരും KV സുരേന്ദ്രനാഥ് ആശാനും കൊളാടി ഗോവിന്ദൻകുട്ടിയൊക്കെ അടക്കം, കരുമാഞ്ചേരി മാധവൻ, അങ്ങനെ ധാരാളം സാംസ്കാരിക പരിസ്ഥിതി പ്രവർത്തകരുള്ള ഒരു വലിയ കൂട്ടായ്മയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് നദിയെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. ഞങ്ങളുടെ കൺമുമ്പിൽ മണൽ വാരി കയറ്റിക്കൊണ്ടുപോയി നദിയെ ഇഞ്ചിഞ്ചായി കൊന്നു. അനങ്ങന്മല സംരക്ഷിക്കാൻ ഇന്ത്യന്നൂർ ഗോപിമാഷ്ട കൂടെ ഒരു സംഘടനയുണ്ടാക്കി പ്രവർത്തിച്ചു. MTയുടെ ഒരു കഥാപാത്രം പോലെയുള്ള നരിമാളൻ കുന്ന് സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങളൊരു സമരം നടത്തി. പക്ഷേ അത് പരാജയപ്പെട്ടു. നരിമാളൻ കുന്നിൻ്റെ പകുതി ഭാഗവും ഇപ്പോൾ മാന്തിക്കൊണ്ടുപോയി. ഇതൊരു പ്രധാനപ്പെട്ട സങ്കടമാണ്. ഈ എഴുത്തിനേക്കാളും മറ്റ് കലാപ്രവർത്തനങ്ങളെക്കാളുമൊക്കെ ഞാൻ നടത്തിയ ഒരു ആക്ടിവിസം പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ സമരങ്ങളാണ്. ആ സമരങ്ങളൊക്കെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അന്ന് നടത്തിയ പ്രഭാഷണങ്ങൾ, എഴുത്ത് ഒക്കെ കേരളീയ പൊതുബോധത്തെ സ്പർശിക്കാതെ പോയി. വികസനത്തിന് വേണ്ടിയുള്ള അത്യാർത്തി കൊണ്ട് അവസാനത്തെ കുന്നും മാന്തിക്കൊണ്ടുപോയി, അവസാനത്തെ നദിയെയും വറ്റിച്ച് കളഞ്ഞ്, കായൽപ്പരപ്പുകൾ ഇല്ലാതാക്കി, വയൽപ്പരപ്പുകളെ നികത്തിക്കളഞ്ഞ് നമ്മൾ അതിവേഗതയിൽ മുന്നോട്ട് കുതിക്കുമ്പോൾ നമ്മുടെ ശവപ്പറമ്പിൽ തന്നെയാണ് നമ്മൾ വിജയക്കൊടി നാട്ടുന്നത് എന്ന് ഓർക്കാൻ കഴിയാതെയായി. നിളാനദി കാണുമ്പോഴൊക്കെ തോന്നും, ഈ നദിയിലെ ഓളവും ഒഴുക്കും നിലയ്ക്കുന്നത് വരാനിരിക്കുന്നൊരു മഹാവിപത്തിൻ്റെ സൂക്ഷ്മമായ മുന്നറിയിപ്പും സൂചനയുമാണ്. ഓർമ്മ വെച്ച കാലം മുതൽ രാഷ്ട്രീയമായ ഒരു ഇടത് സഹയാത്രികനാണ് ഞാൻ പറഞ്ഞില്ലെങ്കിലും അതെല്ലാവർക്കും അറിയാം. പക്ഷെ പലപ്പോഴും ഇടത് വിമർശകനും ആയിരുന്നിട്ടുണ്ട്. EMS മരിച്ചപ്പോൾ EMSനെ വിൽക്കുമ്പോൾ എന്നൊരു ലേഖനം എഴുതി അദ്ദേഹത്തെക്കുറിച്ചുണ്ടായ നാടകത്തിൻ്റെ ജീർണത കണ്ട് എഴുതി പോയതാണ്. അങ്ങനെ പലതും ഉണ്ടായി. പക്ഷേ EMSനെ എനിക്ക് മറക്കാൻ സാധിക്കില്ല. 90കളിൽ എൻ്റെ ഒരു ലേഖനത്തിന് EMS തൻ്റെ പ്രതിവാര പങ്ക്തിയിൽ മറുപടി എഴുതി. VP സിംഗിൻ്റെ ഗവൺമെൻറ്റിനെ ഒരു വശത്തു നിന്ന് ഇടതുപക്ഷവും മറുവശത്തു നിന്ന് BJPയും പിന്തുണച്ച ഘട്ടത്തിൽ ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയം BJPയെ വളർത്താനേ സഹായിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പ് പരസ്പര ധാരണയില്ലാത്ത കക്ഷികൾ ഒരു പൊതു നന്മയ്ക്ക് വേണ്ടിയല്ലാത്ത സഖ്യം ഉണ്ടാക്കുന്നത് തെറ്റാണെന്നൊക്കെയാണ് എഴുതിയത്. ആ ലേഖനം മാതൃഭൂമിയിലാണ് വന്നത്. രണ്ടാമത്തെ ആഴ്ച EMSൻ്റെ ഡയറി എന്ന ദേശാഭിമാനി കോളത്തിൽ അദ്ദേഹത്തിൻ്റെ ലേഖനം വന്നു. ഞാൻ എഴുതിയതിനെയൊക്കെ വിമർശിച്ചിട്ടാണ്. ഇതിൻ്റെ അവസാനം എഴുതി, ഇതിൽ വസ്തുതകൾ ചിലതുണ്ടെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഒരു ലേഖനം എഴുതുക വഴി ഈ ലേഖകൻ സഹായിച്ചിരിക്കുന്നത് കോൺഗ്രസിനെയും BJPയെയുമാണ്. ഞാനിപ്പോഴും ആലോചിക്കും, ഒരു രാഷ്ട്രീയ ലേഖനം എഴുതുമ്പോൾ ആത്യന്തികമായി അത് ആരെ സഹായിക്കും? വസ്തുതകളുണ്ടെങ്കിലും ആ വസ്തുതകൾ ചിലതൊക്കെ വിളിച്ചു പറയാമോ? അങ്ങനൊരു രാഷ്ട്രീയ വിദ്യാഭ്യാസം തന്നത് EMS ആണ്. EMSനെ ഒരിക്കലേ ഞാൻ കണ്ടിട്ടുള്ളൂ. EP ഗോപാലൻ്റെ 84ാം പിറന്നാളിൽ ഞങ്ങൾ ഒന്നിച്ചൊരു വേദിയിൽ പ്രസംഗിച്ചു. എൻ്റെ ജില്ലക്കാരനാണ്, മലപ്പുറം ജില്ലക്കാരനാണ്. 2 വലിയ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ മലപ്പുറം ജില്ലയിലാണ് ജനിച്ചത്, EMSഉം K ദാമോദരനും. VT ഭട്ടതിരിപ്പാട് കേരളത്തിൻ്റെ നവോത്ഥാന നായകന്മാരിൽ ഒരാളാണ്. എൻ്റെ അടുത്ത പ്രദേശത്താണ്. VTയെ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. VTയുടെ പ്രസംഗം കേട്ടിട്ടുണ്ട്. VT വയ്യാതിരിക്കുന്ന സമയത്ത് അവിടെ പോയിട്ടൊരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. VT മരിച്ചപ്പോൾ ഞാൻ അവിടെ പോയിട്ടുണ്ട്. VT ഭട്ടതിരിപ്പാടിൻ്റെ ശിഷ്യനാണ് ഒരർത്ഥത്തിൽ EMS നമ്പൂതിരിപ്പാട്. വള്ളുവനാടിനെ മാനവികമാക്കി തീർത്തതിൽ അവരുടെ പ്രവർത്തനങ്ങൾ വളരെ വലുതാണ്. VT, MRB, പ്രേംജി, ICP ഇവരെയൊക്കെ കാണാൻ ഭാഗ്യമുണ്ടായി. EMSനെയും കണ്ടു. അന്ന് നമ്പൂതിരി ജന്മിത്തത്തെ പുറത്തു നിന്ന് തകർക്കാൻ പറ്റില്ലായിരുന്നു. നമ്പൂതിരിമാർ തന്നെയാണ് അതിനകത്തു നിന്ന് തകർത്ത് പുറത്തേക്ക് വന്നത്. 1903 SNDP സ്ഥാപിതമായതിനു ശേഷം പോലും 905 താത്രിക്കുട്ടിയുടെ സ്മാർത്ഥ വിചാരം നടന്നിരുന്നു. ഞാൻ താത്രിക്കുട്ടിയെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. കുറിയേടത്ത് താത്രി എന്ന സാധനം, ഭ്രഷ്ടയാക്കപ്പെട്ട സാധനം, ഒരു കുപ്രസിദ്ധ നായികയായിരുന്നു. അവരെക്കുറിച്ച് കേട്ടുകേൾവികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. VT ഭട്ടതിരിപ്പാടാണ് കുറിയേടത്ത് താത്രി ഒരു സാംസ്കാരിക നവോത്ഥാന നായികയാണെന്ന് ആദ്യം പറയുന്നത്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഗോവിന്ദനും VT ഭട്ടതിരിപ്പാടും കാണിച്ചു തന്ന താത്രിക്കുട്ടി അന്വേഷിച്ചത്. അതൊക്കെ വല്ലാത്തൊരു അനുഭവമായിരുന്നു. താത്രിക്കുട്ടി അന്വേഷിച്ച് നടന്ന യാത്രയിൽ ഇതുപോലെ നമ്പൂതിരി ജന്മിത്തത്തിൻ്റെ അക്കാലത്തെ അസംബന്ധ ജടിലവും അത്യാചാര അനാചാരബദ്ധവുമായ എത്രയോ മനുഷ്യവിരുദ്ധതകളെ വായിക്കാൻ സാധിച്ചു. അതിനെ നേരിട്ട
നായകരുടെ കൂട്ടത്തിൽ സ്വന്തം ശരീരം മാത്രം ആയുധമാക്കിക്കൊണ്ട് നിരാലംബയും നിസ്സഹായയുമായ താത്തിരിക്കുട്ടി എന്ന സ്ത്രീ നടത്തിയ സമരവും അറിയാനും രേഖപ്പെടുത്താനും ഭാഗ്യമുണ്ടായി. തീർച്ചയായും അതൊക്കെ ചെറിയ കാര്യമല്ല എന്ന് ഇപ്പോൾ തോന്നുന്നു. ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് അങ്ങനെ ചില അനുഭവങ്ങളിലൂടെയും ഈ ജീവിതം കടന്നുപോയല്ലോ എന്ന ചാരിതാർത്ഥ്യം ഉണ്ടാകുന്നത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവികളിൽ ഒരാളായിരുന്നു പി ഭാസ്കരൻ. കവി മാത്രമല്ല, ഗാനരചയിതാവ്. മലയാള കവിതയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണെങ്കിൽ മലയാള ഗാനശാഖയുടെ പിതാവ് പി ഭാസ്കരനാണ്. അദ്ദേഹത്തെ തുഞ്ചൻ പറമ്പിൽ വെച്ചാണ് ഞാൻ പരിചയപ്പെട്ടത്. അദ്ദേഹത്തിന് പാലക്കാട് ആദരം കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെക്കുറിച്ച് സംസാരിച്ചു. നല്ല ഹൃദയബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ 101 പ്രണയഗാനങ്ങൾ ഞാൻ റെയിൻബോ ബുക്സിന് വേണ്ടി സമാഹരിച്ചത്. അതിൻ്റെ പഠനലേഖനവും എൻ്റെ ആയിരുന്നു. അക്കാലത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ നാഴിയൂരിപ്പാലിൻ്റെ നാട്ടുവെളിച്ചം എന്നൊരു ലേഖനവും ഭാസ്കരൻ മാഷയുടെ പാട്ടുകളെക്കുറിച്ച് ഞാൻ എഴുതി. അദ്ദേഹം അത് വായിച്ച് എനിക്കൊരു കത്തയച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ ഈ 101 പ്രണയഗാനങ്ങൾ അച്ചടിച്ച് ഞാനും റെയിൻബോ രാജേഷും കൂടി അത് കൊടുക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന് എന്നെ മനസ്സിലായില്ല, രാജേഷിനെ മനസ്സിലായില്ല, പി ഭാസ്കരനെ പോലും മനസ്സിലായില്ല. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആരുടേതാണെന്ന് ചോദിച്ചു. ഓർമ്മകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ട് താൻ പി ഭാസ്കരനാണെന്ന് പോലും അറിയാതെ പാട്ടുകൾ പാടിക്കൊടുത്തപ്പോൾ നല്ല പാട്ടാണ്, ആരെഴുതിയതാ എന്ന് ചോദിക്കുന്നൊരവസ്ഥയിൽ പി ഭാസ്കരൻ എത്തിപ്പെട്ട വല്ലാത്തൊരു ദുഃഖവും അനുഭവിക്കാനിടയായി. മലയാളികൾക്ക് ഓർമ്മകൾ സമ്മാനിച്ച ഒരാളാണ്. മറക്കുവാൻ പറയാൻ എന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണ് അതിലെളുപ്പം എന്നെഴുതിയ ആൾ മറവി രോഗത്തിൻ്റെ പിടിയിലായി. ഇന്ന് വാസ്തവത്തിൽ മലയാളികളെ മറവി രോഗത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കുന്നത് പി ഭാസ്കരൻ്റെ പാട്ടുകളാണ്. ശരിക്കും ആലോചിച്ചാൽ ആധുനിക മലയാളി സമൂഹത്തിന് വേരുകൾ നഷ്ടപ്പെട്ടു പോയ, ഭൂതകാലം നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹത്തിന് ഇന്ന് ജീവിക്കാൻ നീക്കിയിരിപ്പായിട്ട് ബാക്കിയുള്ളത് പി ഭാസ്കരൻ മാഷും വയലാറും ONV കുറുപ്പും ഒക്കെ എഴുതിയ പാട്ടുകളാണ്. അതിനുശേഷം യൂസഫ് അലി കേച്ചരിയും ശ്രീകുമാരൻ തമ്പിയൊക്കെ പോലുള്ള കുറേ പാട്ടെഴുത്തുകാർ വന്നു. ഇവരുണ്ടാക്കിയെടുത്തൊരു ഗാനസമ്പത്താണ് ഇന്ന് മലയാളികളുടെ വലിയൊരു ശേഷിപ്പ്. സത്യത്തിൽ ഒരുപാട് ശരാശരി മധ്യവർഗ മലയാളികൾ മാനസിക തകർച്ച വരുമ്പോൾ കേൾക്കുന്നത് പഴയ പാട്ടുകളാണ്. മനോദുഃഖം വരുമ്പോൾ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ, ക്രിമിനൽ ആവാതിരിക്കാൻ, ജീവിച്ചിരിക്കുന്നു എന്ന് തോന്നാൻ, നഷ്ടപ്പെട്ട ഭൂതകാലം തിരിച്ചു പിടിക്കാൻ നമുക്ക് ഭാസ്കരൻ മാഷയുടെ പാട്ടുകൾ ബാക്കിയാണ്. എന്നെ സംബന്ധിച്ച് ഒരു വലിയ അനുഭവമായിരുന്നു സഫാരി ചാനലിലെ ഈ ചരിത്രം എന്നിലൂടെ എന്ന ഓർമ്മയാത്ര. ഞാൻ ഓർക്കാൻ മറന്നുപോയ പലതും ഓർത്തു, ഓർക്കണമെന്ന് വിചാരിക്കാതെ തന്നെ ഓർമ്മിപ്പിച്ചു. സത്യത്തിൽ സന്തോഷ് ജോർജ് കുളങ്ങരയോട് എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. ഈ 65-ാമത്തെ വയസ്സിൽ ഏതാണ്ട് ഓർമ്മ തുടങ്ങിയ 5 വയസ്സ് മുതലുള്ള യാത്രയിലെ ഇപ്പോൾ തോന്നിയ പലതും ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഓർത്തു ഞാൻ എങ്ങനെ ഞാനായെന്ന്, അല്ലേ? നമ്മൾ ഓർക്കുക നമ്മളെങ്ങനെ നമ്മളായെന്ന്. സത്യത്തിൽ ഇതൊരാവശ്യമാണ്, ഓർമ്മകളുണ്ടായിരിക്കണം. രതീഷും ആഷിക്കും ഒക്കെ എനിക്ക് തന്ന സ്നേഹം വളരെ വലുതാണ്. ഓർമ്മിക്കുമ്പോഴാണ് ഞാനുണ്ട് എന്നെനിക്ക് തോന്നുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ തിരസ്കരിച്ചവരെക്കാൾ കൂടുതലാണ് പുരസ്കരിച്ചവർ. ഇന്നും ഞാൻ കവിത എഴുതുന്നുണ്ട്. എൻ്റെ ശേഷിക്കുന്നൊരാഗ്രഹം മലയാളത്തിൻ്റെ ഫോക്ക് പാരമ്പര്യം, ജനസംസ്കാര പാരമ്പര്യം പല നിലയിൽ അന്വേഷിച്ച ഒരാളാണ്. നാട്ടുപാട്ടുകൾ, നാടോടിപ്പാട്ടുകൾ, ജനസംസ്കാര ഗാനങ്ങൾ, ദേശപുരുഷാർത്ഥങ്ങൾ, നാട്ടറിവുകൾ, ഇതൊക്കെ ശേഖരിച്ച് നിളയുടെ തീരങ്ങളിലൂടെ എഴുതിയതുപോലെ ഒരു പുസ്തകം കൂടി എഴുതണമെന്നുണ്ട്. അതിൻ്റെ ശേഖരണം നടക്കുന്നു. പ്രഭാഷണങ്ങൾ നിരന്തരം നടക്കുന്നു. സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സംസാരം ഒരുപക്ഷെ എൻ്റെ ഓർമ്മയെയും നിലനിർത്തുന്നുണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർമ്മകളുടെ അറകൾ തുറക്കും. ഇവിടെയും അങ്ങനെയാണ് സംസാരിച്ചത്. എൻ്റെ അകത്തു നിന്ന് ഞാനറിയാതെ ഉറന്നൊഴുകിയ ഓർമ്മകളുടെ ഒരു പ്രവാഹമാണ് ചരിത്രം എന്നിലൂടെ എന്ന ഈ പരിപാടിയിൽ അവതരിപ്പിച്ചത്. തീർച്ചയായും ഒരുപാട് വിട്ടുപോയിട്ടുണ്ട്, സ്ഖലിതങ്ങളുണ്ട്. എല്ലാം ഓർക്കാൻ ഒരാൾക്ക് സാധിക്കില്ല. പറഞ്ഞതിൽ പാതി പതിരായിപ്പോയി എന്ന് ബാലചന്ദ്രൻ പറഞ്ഞതുപോലെ
ഇതെൻ്റെ രക്തമാണ്, ഇതെൻ്റെ മാംസമാണ്, എടുത്തുകൊള്ളുക എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാൻ തോന്നുന്നുള്ളൂ.